ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ് 5G വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് വന്നേ. അപ്പോൾ ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ഫ്രണ്ട് ഷോക്കപ്പ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നർ കവറും സെൻറ്റർ കവറും ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഷോക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഓടിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല. ടയറിൻ്റെ എയർ വളരെ കുറവായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. അതല്ലാണ്ട് വേറൊരു കംപ്ലയിൻറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിനെ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാവുന്നുള്ളൂ. അതേപോലെ ബ്രേക്കിൻ്റെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേക്ക് നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം കട്ട കൂടിയ മുകളിലുള്ള ടയർ കിടക്കണം. അതേപോലെ ഹബിനകത്ത് കുറച്ച് പൊടി, ബ്രേക്ക് ലൈൻഡർ ഒരിഞ്ഞാൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ നമ്മൾ കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നിലവിൽ ഇത് ക്ലച്ച് കവർ അഴിക്കുമ്പോൾ അതിൻ്റെ 2 ഓയിൽ സീലുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ബെൽറ്റും വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ്, നിലവിൽ പൊട്ടുള്ള കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവൊക്കെ പുതിയതാണ് നമുക്ക് കിടക്കണം കേട്ടോ. റോളർ കാര്യങ്ങളൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. ക്ലച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക, വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജ് എന്ന് പറയാനൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക പ്രോബ്ലംസ്, ഓവർഫ്ലോ കംപ്ലയിൻ്റ്, മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ കുഷ്യൻ്റെ ഈ ഷോക്കിൻ്റെ ബുഷ് തേമാനം കാണിക്കുന്നുണ്ട്, ഗ്രീൻ ബുഷ് മാത്രം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ടയർ പ്രഷർ കുറവായിരുന്നു, അതായത് എയർ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ് ഇതിന് ഇരിക്കുന്നത് കേട്ടോ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9 വോൾട്ടിലേക്കൊക്കെ വന്നുണ്ട് കേട്ടോ നിലവിൽ. എന്നാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഉപയോഗിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ ഇന്നർ കവർ, ഫ്രണ്ടിൽ ഈ ഇന്നർ കവർ ഇട്ടിട്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് നമുക്ക് ലെവൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പൊസിഷൻ മാറിപ്പോകും. അപ്പോൾ അത് തൽക്കാലത്തേക്ക് നമ്മൾ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നയിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. നിലവിൽ നമുക്ക് മാറ്റേണ്ടി വന്നത് എൻജിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും ഗ്രീൻ ബുഷാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടി തന്നെ കേട്ടോ. പിന്നെ സർവീസ്, ഓപ്പൺ വാഷിങ്, അതൊക്കെയാണ് ബാക്കിയത്തെ വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ കിടന്ന് ഇങ്ങനെ ജർക്കിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞല്ല, ഓടിക്കുമ്പോൾ നമുക്ക് എന്തൊരു ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നണുണ്ട്. മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഡിയോൻ്റെ മോഡൽ വയ്ക്കുകയാണെങ്കിൽ കംപ്ലയിൻസും കുറവായിരിക്കും. ഓക്കെ, പുതിയ മോഡൽ ആക്റ്റീവ അല്ലെങ്കിൽ ഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോ.